യോഗ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർന്ന് നടത്തിയ യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. യോഗയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയേണ്ടതില്ല, അതെല്ലാം കൃത്യം അറിയാവുന്ന ആളുകളാണ് നിങ്ങൾ. യോഗയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നമ്മുടെ ശരീരത്തിൻ്റെ കൃത്യമായ എക്സസൈസ് കൂടി അതിന് ബന്ധപ്പെടുകയാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം മരുന്ന് ഉപയോഗിക്കുമ്പോഴുള്ള സൈഡ് എഫക്ട്സ് ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. കോട്ടയം MDS-HSS ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ കോട്ടയം നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PK വൈശാഖ്, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS മിനി, ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ G ഹരികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ 9:30 കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച ജില്ലാതല യോഗാ ദിന റാലി നാർക്കോട്ടിക് സെൽ DYSP KR ബിജു ഫ്ളാഗ് ഓഫ് ചെയ്തു. യോഗ പ്രോട്ടോകോൾ പ്രദർശനം, യോഗാഭ്യാസത്തിലൂടെ ആരോഗ്യനിലയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ച 60 വയസ്സിന് മുകളിലുള്ള യോഗ ക്ലബ്ബ് അംഗങ്ങളെ ആദരിക്കൽ, യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനദാനം എന്നിവയും നടത്തി. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയമായ ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന സന്ദേശം മുൻനിർത്തിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.